ഈ സൗണ്ട് കേട്ടിട്ട് ഈ പ്രദേശം തന്നെ ഇടിയിപ്പിന് കൊക്ക് പറക്കുന്നുണ്ട് നോക്കി. കുട്ടികളാരും ഈ വീഡിയോ അനുകരിക്കില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ നമ്മുടെ കർഷകർക്ക് വേണ്ടി ഒരു വീരങ്കിയാണ്. നമ്മുടെ പാടത്ത് തന്നെ കിളികളെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോണത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ്. അപ്പോൾ അവിടെ വീരങ്കി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ വീരങ്കി തോക്കിനുള്ള മുള നമ്മളിത് മഞ്ഞ മുളയാണ്. ഈ മഞ്ഞ മുള വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീരങ്കി ഉണ്ടാക്കാനുള്ള മുളയൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് മുളയുടെ എൻ്റെ ഏസ് നമ്മൾ മുറിച്ച് കളയുവാണ്. നമ്മൾ മുളയുടെ ഈ ഒരു പീസ് എൻഡിൽ പീസ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത മുളയുണ്ട്. മുളയ്ക്ക് ഓരോ ലെയറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ. ഈ 3 ലെയറും ഇപ്പോൾ ഈ 3 ലെയറുണ്ട്. നമ്മൾ ഈ 3 ലെയറും പൊട്ടിച്ച് ഒരൊറ്റ ലെയർ ആക്കാൻ പോവാണ്. ഒരൊറ്റ ഹോളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തുള്ളിലോട്ട് ഇട്ടിട്ട് ഇത് കുത്തി ഒരു ലെയർ ആക്കാൻ പോവാണ്. ഞാൻ ഒന്നാമത്തെ ലെയർ പൊട്ടിക്കുകയാണ്. ഒന്നാമത്തെ ലെയർ പൊട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിലോട്ട് അടിക്കുവാണ്. ഉണങ്ങി കഴിഞ്ഞോണ്ട് കട്ടി കുറവാണ്. നമുക്ക് ആവശ്യമുള്ള ഈ 4 ലെയറാണ്. ഈ 4 ലെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ലെയർ നമ്മൾ കളഞ്ഞിട്ടില്ല. ഈ ഉള്ളിലെ ഈ ലെയർ തന്നെ ഇതിൻ്റെ ഗ്രിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെയറിൻ്റെ ചേർന്ന് മുകളിലായിട്ട് തന്നെ ഒരു ഹോൾ ഇടാൻ പോവാണ്. ഒരു സ്ക്വയറിൽ ഹോൾ ഇടാൻ പോവാണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. മുളയിൽ ഇങ്ങനെ സ്ക്വയറിൽ ഹോൾ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ പന്തം ഉണ്ടാക്കണം. പന്തം ഉണ്ടാക്കാൻ വേണ്ടി പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പ് എടുത്ത് പഴയ തുണി എടുത്തിട്ടുണ്ട്. പഴയ തുണി എടുത്തിട്ട് നമ്മളിത് ശരിക്കും ചുറ്റി കൊടുക്കുകയാണ്. ഒരു ചെറിയ പന്തം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 മുളയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 മുളയിലും ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീരങ്കി റെഡിയായിരിക്കുന്നത് നമ്മുടെ പാടത്തെ ജീവികളൊക്കെ ഓടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഒരു കർഷകനായ ചേട്ടൻ പറഞ്ഞാണ് നമുക്ക് ഇവിടെ ഇട്ട് പൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് സാധനം പിടിപ്പിച്ചിട്ടുണ്ട്. കാർബൈഡ് എടുത്തിട്ടുണ്ട്. കാർബൈഡ് നല്ല ഹാർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാറപ്പുറത്ത് വെച്ച് പൊട്ടിക്കുകയാണ്. ഇത് കണ്ണി പോകാൻ സൂക്ഷിക്കണം, കാരണം ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ വെള്ളത്തിയിട്ട് അപ്പോൾ ഇതേ പന്തം കൊളുത്താൻ വേണ്ടി തുണിയിലോട്ട് നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ കാർബൈഡ് പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കണ്ണി പോകാൻ സൂക്ഷിക്കണം. കാരണം കണ്ണീരാണ് വെള്ളമാണുള്ളത്. കാരണം ഇത് വെള്ളമായിട്ട് സംയോജിക്കുമ്പോൾ രാസപ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളത്തിൽ പോകാതെ മാക്സിമം സൂക്ഷിക്കുക. ഭയങ്കര ഡേഞ്ചറാണ്. ഇതാ നമ്മൾ പൊട്ടിച്ചെടുത്ത പീസുകളാണ്. കുറച്ച് പൊടി ആദ്യമേ നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോളിലോട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ വെള്ളമായിട്ട് സംയോജിക്കുമ്പോൾ രാസപ്രവർത്തനം തുടങ്ങുവാണ്. നമ്മൾ ഈ ഹോളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രാസപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ കൊളുത്തുവാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ഈ പ്രദേശം തന്നെ ഇടിയിപ്പിന് കൊക്ക് പറക്കുന്നുണ്ട് നോക്കി. ഈ കൊക്കെല്ലാം പറഞ്ഞുണ്ട്. പ്രദേശം തന്നെ ഇടുങ്ങി പോയിട്ടുണ്ട് നമ്മുടെ ഈ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഉണ്ടെന്ന് തോന്നാം. നമുക്ക് ഒന്നുകൂടെ പൊട്ടിച്ച് നോക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ ടൈം പൊട്ടിയിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ പൊട്ടും. അപ്പോൾ ഇതേ അടുത്ത് ലാസ്റ്റ് ഒന്നുകൂടെ പൊട്ടിക്കാൻ പോവാണ്. ഇത് കിട്ടുമായിരിക്കും, കാരണം നമ്മൾ കുറേ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർന്ന തവണ ഒന്നുകൂടെ മുട്ടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ 10 കുണ്ടിട്ട് പൊട്ടിക്കണേ. ഒരു 10 കുണ്ടിട്ട് പൊട്ടിക്കുന്ന എഫക്റ്റ് ആണ് ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പ്രദേശത്തുണ്ടാകുന്ന കൊക്കെല്ലാം പറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലെടുത്തിട്ട് പോവാണ്. കാർബൈഡിൻ്റെ പൊടിയും കൂടെ ഇടുവാണ്. ഇപ്പോൾ ഇത് വെള്ളമായിട്ട് മിക്സ് ആകാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി എടുക്കുവാണ്. അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് പുക തന്നെ കാണാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ പുക തന്നെ ഉണ്ട്. ഇപ്പോൾ പ്രദേശം മുഴുവൻ കുലുങ്ങിയിട്ടുണ്ട്. പ്രദേശം കുലുങ്ങുന്ന രീതിയിലാണ് നമ്മൾ പൊട്ടിച്ചേക്കണേ. ഇത് വീണ്ടും നമ്മൾ കൊടുക്കുവാണ്. പിന്നെ ബാക്കിയുണ്ട്, ബാക്കി പൊട്ടിക്കുവാണ്. അയ്യോ ഒറ്റ തവണ കൊണ്ട് പോയി. ഒറ്റ ടൈം കൊണ്ട് പൊട്ടിപ്പോയി. അല്ലേ കൊട്ടു. കുട്ടികളാരും ഈ വീഡിയോ അനുകരിക്കില്ല, അപകടമാണ്. കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സാധനം പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊട്ടിക്കാണ്.